ഒന്നാം ക്ലാസ്സിൽ ചേരാനുള്ള പ്രായപരിധി 6 വയസ്സാക്കണം എന്ന കേന്ദ്ര നിർദ്ദേശം വീണ്ടും തള്ളി സംസ്ഥാന സർക്കാർ. ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായപരിധി 5 വയസ്സ് തന്നെയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പ്രായപരിധിയിൽ മാറ്റമുണ്ടായാൽ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിലുള്ള കുറഞ്ഞ പ്രായപരിധി 6 വയസ്സെന്നത് കർശനമായി നടപ്പിലാക്കണമെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു. മുൻവർഷങ്ങളിൽ നൽകിയ നിർദ്ദേശം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാത്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്രം വീണ്ടും കത്തയച്ചത്. എന്നാൽ നിർദ്ദേശം നടപ്പിലാക്കാനാകില്ലെന്ന മുൻ നിലപാട് സംസ്ഥാനം ഇപ്പോഴും ആവർത്തിച്ചു. ഒന്നാം ക്ലാസ് പ്രവേശനത്തിലുള്ള പ്രായപരിധി 5 വയസ്സ് തന്നെയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പ്രായപരിധിയിൽ മാറ്റമുണ്ടായാൽ സാമൂഹ്യ പ്രത്യാഘാതമുണ്ടാകുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ 5ാം വയസ്സിൽ തന്നെ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് കുട്ടികൾ പ്രാപ്തരാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രവേശന മാർഗരേഖയിൽ മാറ്റം വരുത്തി പ്രസിദ്ധീകരിക്കാനുള്ള നിർദ്ദേശം കൂടി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ 14ഓളം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിർദ്ദേശം നടപ്പിലാക്കി പ്രായപരിധി 6 ഉയർത്തിയിരുന്നു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം 3 മുതൽ 6 വയസ്സ് വരെ നഴ്സറി KG തലമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായപരിധി വർദ്ധിപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയത്. അതേസമയം സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 4,27,105 കുട്ടികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. 536 കുട്ടികൾ ഗൾഫിലും 285 പേർ ലക്ഷദ്വീപിലും പരീക്ഷ എഴുതുമെന്ന് മന്ത്രി അറിയിച്ചു. ഹയർ സെക്കൻഡറി തലത്തിൽ 4,14,151 കുട്ടികൾ +1-ലും 4,41,213 കുട്ടികൾ +2-ലും പരീക്ഷ എഴുതും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.